വാഷ് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് അല്ലേ. അതായത് വാട്ടർ ഡാമേജ് വന്ന ബോർഡുകളാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക. അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? അൾട്രാസോണിക് ക്ലീനർ ആണ്. അപ്പോൾ അൾട്രാസോണിക് ക്ലീനർ ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഈ രീതിയിൽ വാഷ് ചെയ്യാം. ഇപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നന്നായിട്ട് എന്ത് ചെയ്യാം, വെള്ളം ഒഴിക്കുക. നമ്മൾ ശരിക്കും മറ്റേ കുറച്ച് ഇതല്ലാത്ത ഡിഷ് വാഷ് പോലത്തെ സാധനമാണ് ഉപയോഗിക്കേണ്ടത്. എന്ത് ചെയ്യണം, ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിനകത്ത് ഇതിൻ്റെ ലെവൽ കുറച്ച് കൂടുതൽ, അതായത് നമ്മുടെ ഫംഗസിൻ്റെ ലെവൽ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഏത് ചെയ്യണത്, ഡിറ്റർജൻറ്റ് ചെയ്യണത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലീൻ ചെയ്യാം. പറയുന്നുണ്ടോ ഇത്? ആ, അതിനിത് ഒരു വാഷിംഗ് അല്ല ചെയ്യുക, അതല്ലേ, ഇത് ഒരുപാട് വാഷിംഗ് ചെയ്യണം. പിന്നെ എത്ര പ്രോസസ്സ് ഉണ്ട് വെച്ചിട്ടാ. പിന്നെ എന്ത് ചെയ്യാ അറിയാം, ഇതേപോലെ എല്ലാവരും നന്നായിട്ട് ബോർഡ് ക്ലീൻ ചെയ്യാം. എന്നിട്ട് എല്ലാവരും ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഇനി നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തരി ഫംഗസ് ഉണ്ടാവാൻ പാടില്ല. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കട്ടാ, ബാറ്ററി പവർ സോഴ്സുകൾ, ടാപ്പുകൾ ഒന്നും ഓർമ്മ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇനി എന്ത് ചെയ്യാന്നറിയോ, ഇത് പുറത്ത് കൊണ്ടുപോയിട്ട് കളയാം. എന്നിട്ട് അവിടെ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നമ്മളൊന്നും കൂടി സോപ്പ് പൗഡർ ഇടാതെ ജസ്റ്റ് ഒന്ന് ബോഡി നന്നായിട്ട് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് ആദ്യം എന്ത് ചെയ്യാം, ബോട്ടം 220 ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാം. ദെൻ ഇത് സെറ്റ് കൊടുക്കുക. സെറ്റ് കൊടുത്തിട്ട് ഈ R1 മൈനസ് ചെയ്യാം. സ്റ്റെപ്പ് വന്നു. ഇനി എന്ത് ചെയ്യാം, പവർ സെറ്റ് പ്രസ് ചെയ്യാം. അപ്പൊ നമ്മളോട് L1 നോക്കിയത്, L1 എത്രയാണ് വേണ്ടെന്നുള്ളത്. L1 നിങ്ങൾ ടെമ്പറേച്ചർ ഒന്നും ഇടണ്ട, നിങ്ങൾ എന്ത് ചെയ്യാം, ഫുൾ ഡൗൺ ചെയ്യാം, 0 വെക്കാം. ദെൻ അതിന്റെ ഡെൽ പീരീഡ് വയ്ക്കും. ഈ ഡെൽ പീരീഡ് നമ്മൾ എത്ര സെക്കൻഡ് കൊടുക്കുക, 600 സെക്കൻഡ് കൊടുക്കുക. ഇതേ എന്താണ്, ഡ്രൈ ആക്കിയതിനു ശേഷം നമ്മൾ നന്നായിട്ട് IP വെച്ചിട്ട് ഒന്നും ചെയ്യാം. അതായത് ഇതിനകത്ത് അഥവാ ഇനി വാട്ടറിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിലും IP ചെല്ലുമ്പോൾ അതിനൊന്നുകൂടി ഡൈല്യൂട്ട് ചെയ്യും. പിന്നെ IP ഓൾറെഡി വെപ്പർ ആവുന്ന സാധനമാണ്. അപ്പൊ അത് ഒന്നുകൂടി ഹീറ്റ് ആകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ഉള്ള വാട്ടർ കണ്ടന്റ് എന്തായി പോയിക്കോളും, ഹീറ്റ് ആയിട്ട് പോയിക്കോളും. ഓക്കെ.